വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. 99 നിന്നും 125 വളർച്ചയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തകർന്ന് പൊട്ടിപ്പാളിസാവുകയാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ദേശീയതലത്തിൽ കൊടുക്കുന്ന ഏറ്റവും കുറച്ച മറുപടിയാണിത്. മമതാ ബാനർജി, ശരത് പവാർ, ജഗൻമോഹൻ റെഡ്ഡി ഉൾപ്പെടെ പഴയ കോൺഗ്രസ് വിട്ടവരെല്ലാം തിരിച്ച് അവരവരുടെ എംപിമാരുമായി കോൺഗ്രസിലേക്ക് എത്തുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ ടാലി വീണ്ടും വർദ്ധിക്കുന്നു. മമതയുടെ 29 എംപിമാരിൽ 20ഓളം പേർ NDAയിലേക്ക് ചേക്കേറാൻ ഭീഷണി മുഴക്കുമ്പോൾ യൂസഫ് പത്താൻ, മഹുവ മൊയ്ത്ര, സൈനി ഘോഷ് എന്നിവർ ഉൾപ്പെടെ ഇനി ബംഗാളിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ കോൺഗ്രസിൽ തന്നെ ലയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങുകയാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ പിതാവ് കോൺഗ്രസിന്റെ ഏറ്റവും കരുത്തനായ നേതാവായിരുന്ന ആന്ധ്രയുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന YS രാജശേഖർ റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ മകളും മകനും ഒരേ ചുവട് വയ്ക്കാൻ തയ്യാറാവുകയാണ്. അതായത് മഹാരാഷ്ട്രയിൽ ശരത് പവാറിൻ്റെ എംപിമാർ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ 9 എംപിമാർ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ 21 എംപിമാർ ഈ 3 പ്രസ്ഥാനത്തിൽ നിന്നുമായി എത്തുകയാണ്. 8, 1, 4 ഇങ്ങനെയാണ് 3 പാർട്ടികളും കോൺഗ്രസിലേക്ക് മെർജ് ചെയ്യിപ്പിക്കുന്നത്. YSRൽ നിലവിൽ ആന്ധ്രയിൽ 4 എംപിമാരാണ് ഉള്ളത്. അവർ 4 പേരും കോൺഗ്രസിലേക്ക് മെർജ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ജഗന്റെ നിതാന്തമായ ചർച്ചകൾ നടക്കുകയാണ്. പുതിയ ചുവടുവയ്പിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ് ഇനി ദേശീയതലത്തിൽ BJPക്ക് ഒരു വെല്ലുവിളിയെ അല്ല, കാലാകാലങ്ങളോളം BJP കേന്ദ്രത്തിൽ അധികാരത്തിൽ നിൽക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് വലിയ ഇരുട്ടടിയായിരിക്കും ഇത്. ഏറ്റവും പ്രധാനമെന്നത് ഇവരുടെ വോട്ട് ഷെയർ അത് കോൺഗ്രസിലേക്ക് ഗ്രാസ് റൂട്ടിലേക്ക് മെർജ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശരത് പവാറും മെർജ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സംസ്ഥാനത്തെ ഗതിവിഗതികൾ, ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് മെർജ് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗതിവിഗതികൾ, അതുപോലെ തന്നെ ആന്ധ്രയിൽ ഉണ്ടാകുന്ന വലിയ വ്യത്യാസങ്ങൾ, ഇത് രാഷ്ട്രീയപരമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി പ്രത്യേകം നിരീക്ഷകരെ ഈ 3 സംസ്ഥാനങ്ങളിലും നിയോഗിച്ചുകൊണ്ടുള്ള ഏറ്റവും ഫലവത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനാണ് ദേശീയ കോൺഗ്രസ് കമ്മിറ്റിയുടെ ത്വരിതപ്പെടുത്തിയുള്ള തീരുമാനം. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും ഉത്തേജകം നൽകുന്ന ഒരു ശുഭവാർത്തയാണിത്.